ഉച്ചക്കത്തേക്ക് ഇതേ മാന്തലും പിന്നെ പൊടിച്ചാളേണ്ട കിട്ടിയേക്കണത്. അപ്പോൾ രണ്ടും നമുക്ക് വെട്ടിത്തേച്ച് കഴുകിയിട്ട് ചാളനെ നമുക്ക് കുറച്ചെടുത്ത് പീരയും ഒതുക്കാം, ഇത്തിരി എടുത്ത് വറുക്കുകയും ചെയ്യാം കേട്ടോ. മീൻകറി നമുക്ക് തേങ്ങയും മുളക് അരച്ച് വെക്കാവേ. ചാളനെ വെട്ടാൻ പോലും കൈ പിടിക്കാൻ കിട്ടണില്ല കേട്ടോ. പിന്നെ മാന്തലിൻ്റെ ആ കറുത്ത വശം ഞാൻ അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞിട്ട് ബാക്കിൽ ആ വെള്ള വശം തേച്ചാണ് എടുത്തേക്കണത്. അതും പൊളിച്ച് കളയണമെങ്കിൽ കളയാം കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ അതേ മാന്തലിനെ നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതേ മീൻകറി വേഗം തന്നെ അടുപ്പത്താക്കിയിട്ടാ അപ്പുറത്ത് അടുപ്പിലോട്ട് കുഞ്ഞു ചാള വറുക്കാനും ഇട്ടിട്ടുണ്ട്. അങ്ങനെ മീൻകറിയുടെ ചാറൊക്കെ തിളച്ചപ്പോഴത്തേക്കും ഇതേ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാന്തല് കറി മീൻ വറുത്തതും റെഡിയായി. ഇനിയിപ്പോൾ ഇച്ചിരി ബാക്കിയുള്ള ചാളതേ പീരൊതുക്കാൻ വേണ്ടി പോണേ. അപ്പം നമ്മുടെ തേങ്ങയും ഉള്ളിയും ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്ത് ആ മിക്സ് ഞാൻ അതിൻ്റെ തൊട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം കുടംപുളിയും കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയിട്ട് അടുപ്പത്തോട്ട് വെക്കാട്ടാ. അപ്പം ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം. ദാ ഇരിക്കുന്ന ഒരു വലിയ ഒരു സ്പൂൺ പോലത്തെ സംഭവം കണ്ടത്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ ഈ കറികളൊക്കെ ഇളക്കി വെച്ച് സ്പൂൺ നമ്മൾ ഏതെങ്കിലും മൂടിയുടെ പുറത്തോ പ്ലേറ്റിൻ്റെ പുറത്തോ ഒക്കെ വെക്കാറുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിനൊരു സൊല്യൂഷനായി ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപകാരമാണ് കേട്ടോ. അധികം വിലയുമില്ല, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയണ പോലെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ലിങ്ക് താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. 10